അശ്വിൻ പാലാഴി ഒരിക്കൽ കൂടി ആലപ്പുഴയിൽ നിന്ന് തത്സമയ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അശ്വിൻ, ഈ പരിശോധനയുടെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് നമുക്ക് എപ്പോൾ കടക്കാൻ കഴിയും? എന്തൊക്കെ കാര്യങ്ങൾ, പ്രത്യേകിച്ചും ഇവിടെ സ്വർണ്ണാഭരണങ്ങൾ, ആ വീട്ടിലെ സ്വർണ്ണാഭരണങ്ങൾ എന്തൊക്കെയാണ്? അതുമായി ബന്ധപ്പെട്ട പരിശോധന അത് വളരെ പ്രധാനപ്പെട്ടതും നിർണായകവുമാണ്. ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട സ്വർണം അത് തന്ത്രിയുടെ വീട്ടിലുണ്ടോ എന്ന നിർണായകമായ തെരച്ചിൽ അത് നടക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനായി സ്വർണ്ണപ്പണിക്കാരനെ അടക്കം എത്തിച്ചിട്ടുമുണ്ടല്ലോ. അതിന്റെ കൂടുതൽ വിവരങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ട് അശ്വിൻ. അശ്വിന്റെ ശബ്ദം പ്രശ്നമുണ്ട്. ഞാൻ തിരികെ എത്താം. അശ്വിൻ പാലാഴിയാണ് വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ചെങ്ങന്നൂരിലെ തന്ത്രിയുടെ വീട്ടിൽ ഇപ്പോൾ SIT സംഘമുണ്ട്. അവിടെ കൂടുതൽ പോലീസ് ഫോഴ്സിനെ വിന്യസിച്ചിട്ടുണ്ട്. കൂടുതൽ സുരക്ഷ അവിടെ ഉറപ്പാക്കിയിട്ടുണ്ട്. നേരത്തെ തന്ത്രിയുടെ അഭിഭാഷകയായ മരുമകൾ എത്തിയെങ്കിലും അവിടെ SIT സംഘം വരെ തിരിച്ചയക്കുകയായിരുന്നു. അശ്വിൻ തുടരുന്നുണ്ട്. അശ്വിൻ, അറിയേണ്ടത് ഈ പരിശോധന അതിനിയും തുടരുക തന്നെയാണോ, അല്ലെങ്കിൽ കൂടുതൽ വിവരങ്ങൾ അവിടെ നിന്നും ലഭിക്കാൻ സാധ്യതയുണ്ട് എന്ന അനുമാനത്തിൽ തന്നെയാണോ SIT സംഘം ഇപ്പോൾ ഉള്ളത്? ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് കാണാതായ സ്വർണം അത് തന്ത്രിയുടെ വീട്ടിലുണ്ടോ എന്ന പരിശോധന അത് വളരെ പ്രധാനപ്പെട്ടതും നിർണായകവുമാണ്. അതിനായിട്ട് തന്നെയല്ലേ ഇപ്പോൾ ഈ സ്വർണ്ണപ്പണിക്കാരനെ അവിടേക്ക് എത്തിച്ചിരിക്കുന്നത്? ഏറ്റവും നിർണായകമായ പരിശോധന തന്നെയാണ് പ്രജൻ. ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം SITയുടേത് 3 കാര്യങ്ങളിലാണ്. ഒന്ന്, പോറ്റിയുമായി ഇദ്ദേഹത്തിനുള്ള തന്ത്രിക്കുള്ള ബന്ധം കൂടുതൽ വ്യക്തമാക്കുക എന്നുള്ളത്. രണ്ടാമത്തെ കാര്യം, ഈ സാമ്പത്തിക ഇടപാടുകൾ പോറ്റിയുമായി നടന്നിട്ടുണ്ടോ എന്നുള്ളതാണ്. അതിനേക്കാൾ ഏറ്റവും സുപ്രധാനമായത് ഈ നിലവിൽ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ കണ്ടെത്തിയിരിക്കുന്ന സ്വർണ്ണാഭരണങ്ങൾ, സ്വർണം അത് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടതാണോ എന്നുള്ളത് സ്ഥിരീകരിക്കുക എന്നുള്ളതാണ്. അതിന്റെ ഭാഗമായി തന്നെയാണ് ഇപ്പോൾ ഒരു സ്വർണ്ണ പണിക്കാരനെ വീട്ടിലെത്തിച്ചുള്ള പരിശോധന മുന്നോട്ട് പോകുന്നത്. അതിൽ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ വാജ്യവാഹനമടക്കം വീട്ടിലുണ്ട് എന്നുള്ളത് തന്ത്രി തന്നെ നേരത്തെ വ്യക്തമാക്കിയതാണ്. അതിൽ ഏതെങ്കിലും തരത്തിൽ രണ്ടാമത് സ്വർണം പൂശിയിട്ടുണ്ടോ, അത് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട സ്വർണ്ണമാണോ എന്നടക്കമുള്ള കാര്യങ്ങളിലൊക്കെ നിർണായക പരിശോധന തന്നെയാണ് നടക്കുന്നത്. ഒരുപക്ഷെ ഈ അറസ്റ്റ്, നിരവധി അറസ്റ്റുകൾ ഈ കേസുമായി ബന്ധപ്പെട്ട് ഇതുവരെ നടന്നിട്ടുണ്ടെങ്കിൽ പോലും അതിലൊന്നും ഇത്തരത്തിൽ ഒരു സ്വർണ്ണപ്പണിക്കാരനെ എത്തിച്ചുള്ള പരിശോധനയിലേക്കൊന്നും പ്രത്യേക അന്വേഷണ സംഘം കടന്നിരുന്നില്ല. അപ്പോൾ ഈ പരിശോധനയിൽ എന്തെങ്കിലുമൊക്കെ വിവരങ്ങൾ ഇന്നലെ അദ്ദേഹത്തെ ചോദ്യം ചെയ്തതിൽ നിന്ന് ഈ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ആ ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണോ ഈ സ്വർണ്ണപ്പണിക്കാരനെ എത്തിച്ചുള്ള നിർണായക പരിശോധന ഇപ്പോൾ വീട്ടിൽ നടക്കുന്നത് എന്നുള്ള ഒരു ചോദ്യം പ്രസക്തമാണ്. എന്തായാലും ഇനി എത്ര മണിക്കൂറുകൾ ഇത് മുന്നോട്ട് പോകും എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. ഒരുപക്ഷെ ഇത് നീണ്ടുപോകാനുള്ള സാധ്യതയാണ് ഉള്ളത്. കാരണം ഈ ബാങ്ക് അക്കൗണ്ട് രേഖകൾ പരിശോധിക്കുക എന്നുള്ളത് അല്പം സമയമെടുക്കുന്ന ഒരു പ്രക്രിയയാണ്. അതിനപ്പുറത്തേക്ക് സ്വർണത്തിൻ്റെ മൂല്യം, അതിൻ്റെ പഴക്കം, അതിൻ്റെ മറ്റ് കാര്യങ്ങളൊക്കെ കണ്ടെത്തുക എന്നുള്ളതും ഈ അന്വേഷണ സംഘത്തെ സംബന്ധിച്ച് നിർണായകമാണ്. അതിൻ്റേതായ സമയം എടുക്കും എന്നുള്ളതും നമുക്കറിയാവുന്നതാണ്. അതിനപ്പുറത്തേക്ക് മറ്റേതെങ്കിലും തരത്തിലുള്ള പരിശോധനകളൊക്കെ വീട്ടിൽ നടക്കുന്നുണ്ടോ എന്നുള്ളതും അറിയേണ്ടതുണ്ട്. ഏറ്റവും പ്രധാനമായി ഇതിനൊക്കെ പുറത്ത് നിലവിൽ വീട്ടിലുള്ള ആളുകളെ വിശദമായി തന്നെ പോലീസ് SIT ചോദ്യം ചെയ്യുന്നുണ്ട്. അകത്ത് നിലവിലുള്ളത് ഇദ്ദേഹത്തിൻ്റെ മാതാവുണ്ട്, തന്ത്രിയുടെ മാതാവ്, തന്ത്രിയുടെ ഭാര്യ, ഒപ്പം അദ്ദേഹത്തിൻ്റെ മകൾ. ഈ 2 പേരാണ് പ്രധാനമായി വീട്ടിലുള്ളത്. അതിന് ശേഷമാണ് അല്പസമയം മുമ്പ് ഈ പരിശോധന തുടങ്ങിയ ശേഷം അരമണിക്കൂർ പിന്നിട്ട ശേഷം അദ്ദേഹത്തിൻ്റെ മരുമകൾ, അഭിഭാഷകയായ മരുമകൾ കൂടി വീട്ടിലേക്ക് എത്തിയത്. അവരിൽ നിന്നൊക്കെ കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കാനാകുമോ എന്നുള്ളത് SITയെ സംബന്ധിച്ച് നിർണായകമാണ്. അതിൽ എന്തൊക്കെ കണ്ടെത്തിയാൽ പോലും അത് ഈ അന്വേഷണത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഉതകുന്ന കാര്യങ്ങൾ തന്നെയാണ്. കാരണം ഈ നിലവിൽ ഈ മണിക്കൂറുകളെടുത്ത് ഇന്നലെ രഹസ്യ കേന്ദ്രത്തിൽ തന്ത്രിയുമായി നടത്തിയ ചോദ്യം ചെയ്യലിൽ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ അതുമായി ബന്ധപ്പെടുത്തിയുള്ള പരിശോധന തന്നെയാണ് വീട്ടിൽ നടക്കുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ആ പരിശോധന ഇപ്പോൾ 2 മണിക്കൂർ പിന്നിട്ട് പുരോഗമിക്കുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.